യാത്രകൾ മനുഷ്യജീവിതത്തിന്റെ ഭാഗമാണ്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ വിനോദത്തിനോ വേണ്ടി നാം അന്യനാടുകളിൽ പോകുമ്പോൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതി അഭയം പ്രാപിക്കുന്നത് ഹോട്ടൽ മുറികളാണ്. അവിടെ വാതിലടച്ച് കുറ്റിയിടുമ്പോൾ നാം വിശ്വസിക്കുന്നത് ആ 4 ചുവരുകൾക്കുള്ളിൽ നാം പൂർണ്ണ സുരക്ഷിതരാണെന്നാണ്. എന്നാൽ ആ വിശ്വാസത്തിന്മേൽ കരിനിഴൽ വീഴ്ത്തുന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ ഏറ്റവും സ്വകാര്യമായ നിമിഷങ്ങൾ നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത ഭീതിയോടെ അല്ലാതെ കേൾക്കാനാവില്ല. BBC നടത്തിയ 18 മാസത്തെ നീണ്ട അന്വേഷണമാണ് ഈ ആഗോള മാഫിയയുടെ ചുരുളഴിച്ചത്. ഇത് ഭാവനയല്ല. സിനിമകളിലോ ക്രൈം നോവലുകളിലോ മാത്രം കണ്ടുപരിചയിച്ച ഒരു പ്രമേയമായി ഇതിനെ തള്ളിക്കളയാനാവില്ല. ഹോട്ടൽ മുറികളിൽ അതിഥികൾ പ്രവേശിക്കുന്ന നിമിഷം മുതൽ അവരുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കാൻ പാകത്തിൽ ബെഡിന് മുന്നിലും വശങ്ങളിലും അതീവ സൂക്ഷ്മമായി ഒളിക്യാമറകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ ക്യാമറകൾ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുകയും അതിലൂടെ ദൃശ്യങ്ങൾ ലൈവ് സ്ട്രീം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആയിരക്കണക്കിന് രൂപ മാസ വരിസംഖ്യ നൽകി ഈ ദൃശ്യങ്ങൾ കാണാൻ ആളുകൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വിചിത്രവും ഭയാനകവുമായ വസ്തുത. ഇത്തരം സൈറ്റുകളിൽ ദൃശ്യങ്ങൾ കാണുന്നവർ വെറുതെ കാഴ്ചക്കാരായി ഇരിക്കുകയല്ല ചെയ്യുന്നത്. അവർ സ്ക്രീനിൽ കാണുന്ന വ്യക്തികളെ കുറിച്ച് അശ്ലീല കമന്റുകൾ പറയുകയും അവരുടെ ശരീരത്തെ മാർക്കിടുകയും ചെയ്യുന്നു. മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്താൽ ദൃശ്യം വ്യക്തമാകാത്തതിന്റെ പേരിൽ തെറിവിളിക്കുന്ന കാണികൾ വരെയുണ്ട്. ഇത് കേവലം ഒരു നേരമ്പോക്കല്ല, മറിച്ച് മനുഷ്യന്റെ സ്വകാര്യതയെ കച്ചവടക്കാരാക്കുന്ന വൻകിട ബിസിനസ് സാമ്രാജ്യമാണ്. BBCയുടെ വെളിപ്പെടുത്തലുകൾ ചൈനയിലെ ഹോട്ടൽ മുറികൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇത്തരം മാഫിയകൾ പ്രവർത്തിക്കുന്നത് എന്നതാണ്. 18 മാസമെടുത്താണ് ഈ സംഘത്തിന്റെ പ്രവർത്തന രീതികൾ അവർ പഠിച്ചത്. ചൈനയിൽ അശ്ലീല ദൃശ്യങ്ങൾ നിർമ്മിക്കുന്നതും വിതരണം ചെയ്യുന്നതും കർശനമായി നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും പതിറ്റാണ്ടുകളായി ഈ ഒളിക്യാമറ പോൺ വ്യവസായം അവിടെ തഴച്ചു വളരുന്നുണ്ട്. BBC പ്രതിനിധികൾ കണ്ടെത്തിയ ഒരു സൈറ്റിലെ പ്രവേശന ഫീസ് മാത്രം 450 യുവാനാണ്. ഇത്രയും തുക നൽകി സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ 100 കണക്കിന് ഹോട്ടൽ മുറികളിലെ തത്സമയ ദൃശ്യങ്ങളാണ് ലിസ്റ്റിൽ കാണുന്നത്. ഇതിൽ പകുതിയിലധികം ക്യാമറകളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നവയുമാണ്. അതായത് ഒരു മുറിയിൽ ആരൊക്കെ വരുന്നു പോകുന്നു എന്നത് നിരന്തരം നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ മാഫിയകൾ പ്രവർത്തിക്കുന്നത് അതീവ രഹസ്യമായുമാണ്. അഗ എന്ന് വിളിക്കപ്പെടുന്ന ഏജന്റുമാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇവർ ടെലിഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഉപഭോക്താക്കളെ കണ്ടെത്തുന്നത്. ഇത്തരം സൈറ്റുകളിൽ കയറിയാൽ വ്യത്യസ്ത ഫീഡുകൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുകൾ ലഭിക്കും. ഓരോ മുറിയിലും അതിഥികൾ പ്രവേശിക്കുന്ന നിമിഷം മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ദൃശ്യങ്ങൾ തത്സമയം കാണിക്കുന്നതിന് പുറമെ കഴിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നും എഡിറ്റ് ചെയ്തെടുത്ത ആയിരക്കണക്കിന് ചെറിയ ക്ലിപ്പുകളും ഈ സൈറ്റുകളിൽ ലഭ്യമാണ്. ഇത്തരം വീഡിയോകൾ പിന്നീട് വിവിധ പോൺ സൈറ്റുകളിലേക്കും ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നുമുണ്ട്. ഒരിക്കൽ നിങ്ങളുടെ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്നും പൂർണ്ണമായും നീക്കം ചെയ്യുക എന്നത് അസാധ്യമായ കാര്യവുമാണ്. BBC സംഘം ഒരു ഹോട്ടൽ മുറിയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാര്യമാണ്. മുറിയിലെ വെന്റിലേഷൻ യൂണിറ്റിനുള്ളിലാണ് ക്യാമറ ഒളിപ്പിച്ചിരിക്കുന്നത്. അത് നേരിട്ട് വൈദ്യുതി ലൈനുമായി ബന്ധിപ്പിച്ചിട്ടുമുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹിഡൻ ക്യാമറ ഡിറ്റക്ടർ ഉപകരണങ്ങൾക്ക് പോലും ഈ ക്യാമറ കണ്ടെത്താനായില്ല. അത്രമേൽ നൂതനമായ സാങ്കേതിക വിദ്യയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഈ ക്യാമറ BBC സംഘം പ്രവർത്തനരഹിതമാക്കിയപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ ആ വിവരം മാഫിയയുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പരക്കുകയും ചെയ്തു. ക്യാമറ നിശ്ചലമായതിനെ കുറിച്ച് ഉപഭോക്താക്കൾ പരാതിപ്പെടാനും തുടങ്ങി. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മറ്റൊരു ഹോട്ടൽ മുറിയിൽ സമാനമായ രീതിയിൽ സജ്ജീകരിച്ച പുതിയ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭ്യമാക്കി മാഫിയ തങ്ങളുടെ ആധിപത്യം തെളിയിക്കുകയും ചെയ്തു. ചൈനയിൽ ഇത്തരം ക്യാമറകൾ വിൽക്കുന്നതിന് നിയന്ത്രണം ഉണ്ടെങ്കിലും ഹുവാക്യാങ്ബേ പോലുള്ള വലിയ ഇലക്ട്രോണിക്സ് മാർക്കറ്റുകളിൽ നിന്നും ഇവ സുലഭമായി വാങ്ങാൻ കഴിയും. പേനകൾ, ലൈറ്റുകൾ, പവർ സോക്കറ്റുകൾ, സ്മോക്ക് ഡിറ്റക്ടറുകൾ തുടങ്ങി എന്തിനുള്ളിലും ഒളിപ്പിക്കാവുന്ന തരത്തിലുള്ള ക്യാമറകൾ ഇന്ന് വിപണിയിലുമുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ചൈനീസ് സർക്കാർ പുതിയ നിയമം കൊണ്ടുവരികയുമുണ്ടായി. ഹോട്ടൽ ഉടമകൾ ഓരോ അതിഥി ഒഴിഞ്ഞു പോകുമ്പോഴും മുറിയിൽ ഒളിക്യാമറകൾ ഇല്ലെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നതാണ് നിയമം. എന്നാൽ ഈ നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മാഫിയകൾ പ്രവർത്തിക്കുന്നത്. ഹോട്ടലിലെ ജീവനക്കാരോ അല്ലെങ്കിൽ അതിഥികളായി എത്തുന്ന മാഫിയ അംഗങ്ങളോ തന്നെയാണ് ഈ ക്യാമറകൾ സ്ഥാപിക്കുന്നതും. ടെലഗ്രാമിന്റെ നിസ്സംഗത ഇത്തരം കുറ്റകൃത്യങ്ങളുടെ പ്രധാന പ്രജനന കേന്ദ്രം ടെലഗ്രാം ആണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. BBC ഈ വിവരങ്ങൾ ടെലഗ്രാമിന് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആദ്യം യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. പിന്നീട് ശക്തമായ തെളിവുകളുമായി സമീപിച്ചപ്പോൾ സമ്മതമില്ലാതെ അശ്ലീല ദൃശ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന ഔദ്യോഗികമായ ഒരു മറുപടി മാത്രമാണ് ലഭിച്ചത്. കുറെ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടെങ്കിലും പുതിയ പേരുകളിൽ ഈ സംഘങ്ങൾ വീണ്ടും സജീവമാകുന്നുണ്ട്. ഈ വാർത്തകൾ കേട്ട് യാത്രകൾ ഒഴിവാക്കുക എന്നത് പ്രായോഗികമല്ല. എന്നാൽ ഹോട്ടൽ മുറികളിൽ എത്തുമ്പോൾ അല്പം ജാഗ്രത പാലിക്കുന്നത് ഇത്തരം കെണികളിൽ വീഴാതിരിക്കാൻ സഹായിക്കും. മുറിയിൽ കയറിയാൽ ഉടൻ ബെഡിന് നേരെ നിൽക്കുന്ന ക്ലോക്കുകൾ, ലാമ്പുകൾ, എയർ കണ്ടീഷൻ വെന്റുകൾ എന്നിവ പരിശോധിക്കുക. മുറിയിലെ ലൈറ്റുകൾ അണച്ച ശേഷം മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് സംശയമുള്ള ഭാഗങ്ങളിൽ അടിച്ചു നോക്കുക. ക്യാമറയുടെ ലെൻസുകൾ ഉണ്ടെങ്കിൽ അവ നീലയോ ചുവപ്പോ നിറത്തിൽ പ്രകാശിക്കും. മുറിയിലെ വൈഫൈ ഉപയോഗിച്ച്
ഉപയോഗിച്ചാണ് ക്യാമറ പ്രവർത്തിക്കുന്നതെങ്കിൽ ഫിംഗ് പോലുള്ള മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് ആ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടുള്ള അനാവശ്യ ഉപകരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം. ബാത്റൂമിലെ കണ്ണാടിയിൽ വിരൽ അമർത്തി നോക്കുക. നിങ്ങളുടെ വിരലിനും പ്രതിബിംബത്തിനും ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് സാധാരണ കണ്ണാടിയാണ്. വിരലുകൾ തമ്മിൽ തൊട്ടിരിക്കുന്നുവെങ്കിൽ അത് ടൂ വേ മിറർ ആകാൻ സാധ്യതയുണ്ട്. സാങ്കേതിക വിദ്യ മനുഷ്യന്റെ നന്മയ്ക്കായിരിക്കണം ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഇന്റർനെറ്റിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന ഇത്തരം അധോലോകങ്ങൾ മനുഷ്യന്റെ അന്തസ്സും സ്വകാര്യതയും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. BBC പുറത്തു കൊണ്ടുവന്ന ഈ വിവരങ്ങൾ ചൈനയിലെ മാത്രമല്ല, മറിച്ച് ലോകത്തിന്റെ ഏത് ഭാഗത്തും ഇത് സംഭവിക്കാം. വ്യക്തിപരമായ ജാഗ്രതയും ശക്തമായ നിയമ നടപടികളും കൊണ്ട് മാത്രമേ ഇത്തരം മാഫിയകളെ വേരോടെ പിഴുതെറിയാൻ സാധിക്കൂ. നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ഓർക്കുക.